മലയാള സിനിമയിൽ സ്നേഹത്തിന് സുഗന്ധം പരന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ് വേണു നാഗവള്ളി. സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കഥകളാണ് എന്നും ഈ കലാകാരൻ പറഞ്ഞിട്ടുള്ളത്. ഭാര്യ സ്വന്തം സുഹൃത്ത് എന്ന പുതിയ ചിത്രത്തിൻ്റെ തിരക്കിൽ നിന്നും അല്പനേരം. 10 കൊല്ലത്തൊരു ഇടവേളയ്ക്ക് ശേഷം ഭാര്യ സ്വന്തം സുഹൃത്ത് എന്ന സിനിമ ആയിട്ട് ഇപ്പോൾ വേണുചേട്ടൻ വന്നിരിക്കുകയാണ്. ഈ 10 കൊല്ലത്തെ ഇടവേളയ്ക്കുള്ളൊരു കാരണവും പിന്നെ ഈ പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളും. മലയാള സിനിമ വളരെ വലുതായി പോയപ്പോഴത്തേക്ക് ഞങ്ങളെപ്പോലെ ചെറിയ മനുഷ്യർ മാറിക്കേണ്ടു എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ സിനിമയിൽ വന്നതും ഒക്കെ തന്നെ കൊച്ചു മലയാള ചിത്രങ്ങളിലൂടെ. സിനിമാ നടൻ ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല, ഞാനൊരു ആക്ടറാന്ന് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ജോർജ് ഓണക്കൂറിൻ്റെ ഉൾക്കടൽ എന്ന് പറഞ്ഞ ചിത്രം നോവലിന് വേണ്ടിയിട്ട് ഡയറക്ടർ KG ജോർജ്, അപ്പോൾ ജോർജ് ഏട്ടൻ സ്വപ്നമാണ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേരള ശബ്ദത്തിന്. അപ്പോൾ ജോർജ് തന്നെ അറിയാം. അങ്ങനെ പപ്പേട്ടനാണ് പത്മരാജൻ ഞാനും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ പപ്പേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ക്യാൻറ്റീനിൽ ഞങ്ങൾ സിഗരറ്റ് വലിച്ച ചായ ഗ്യാപ്പിൽ സിഗരറ്റ് വലിയും ചെയ്തായുണ്ട്. അങ്ങനെ പറഞ്ഞു, എടാ നിനക്ക് അഭിനയിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പപ്പേട്ടൻ എന്തേ പറയണം, ആ പാട്ടല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പപ്പേട്ടൻ പറഞ്ഞു, ഇങ്ങനെ KG ജോർജ് ഉൾക്കടൽ എന്ന് പറഞ്ഞൊരു ചിത്രം എടുക്കുന്നു. അപ്പോൾ അതിലൊരു ക്യാരക്ടറുണ്ട്. ഞാൻ ഒരുപാട് പേര് പുള്ളി പറഞ്ഞ് ഞാൻ നോക്കി, ഇപ്പോൾ തോന്നുന്നു നീ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് മുടി വളർത്തിയിട്ടുണ്ട്, അന്നത്തെ ബെൽബോട്ടും ഒക്കെയുള്ളൊരു സംഭവം. ഞാൻ പപ്പേട്ടൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു, ഇടാ രാജധാനി താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ ഉണ്ണുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയി ചെന്നു നോക്ക് ചെയ്യുന്നു. രാജധാനി ടൂറിസ്റ്റ് ഹോമാണ് തുറക്കുന്നത്. KG ജോർജ് അദ്ദേഹത്തിൻ്റെ പടം കണ്ട് എനിക്കറിയാം. ഞാൻ തൊഴുതു. പപ്പൻ വന്ന ആളെ പപ്പൻ പറഞ്ഞ ഇതിന് പുള്ളിയുടെ സ്ലാങ്ങിനെ പപ്പൻ പറഞ്ഞയച്ചതാ അല്ലേ. ഞാൻ പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് തന്നെ എന്നെ അകത്തോട്ട് കയറ്റാതെ പുള്ളി കട്ടിലിൽ മലർന്ന് അങ്ങോട്ട് തിരിഞ്ഞൊരാൾ കിടപ്പുണ്ട്. ബാലു ദിസ് ഈസ് വേണു, പപ്പൻ പറഞ്ഞില്ലേ. അവിടെ നിന്ന് തന്നെ ബാലു മഹേന്ദ്ര ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ജോർജ് ഈസ് കോംപ്ലക്സ് ഓക്കെ, ഈസ് ഓക്കെ എന്ന് പറയുന്നു. ആ അപ്പോൾ അത്ര നിറവൊന്നുമില്ല. അങ്ങനെ ഫിക്സ് ചെയ്യുന്നു. അപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. ജോർജ് ഏട്ടൻ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. വീട്ടിൽ വന്നപ്പോൾ പേട്ടൻ ഫോൺ ചെയ്തു, എടാ ജോർജിക്കും ബാലുവിനും നിന്നെ വലിയ ഇഷ്ടമായി, അപ്പോൾ ഒരു അഡ്വാൻസ് വെച്ച് ഞങ്ങൾക്ക് തുടങ്ങിക്കോ. ഞാൻ പറഞ്ഞു, പപ്പേട്ട ഞാൻ കല്യാണം കഴിച്ചു. അപ്പോഴത്തെ ഞാൻ ഭാര്യയെടുത്ത് പറഞ്ഞിട്ടില്ല, അമ്മയെടുത്ത് പറഞ്ഞിട്ടില്ല. അമ്മയെടുത്ത് നീ ഭാര്യയെടുത്ത് കുറുസാറിനോട് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ പോകുന്നു. പോട്ടെ, ഒരു എക്സ്പീരിയൻസ് ഉള്ള നിലയിൽ തുടങ്ങിയതാണ്. അത് ഞാൻ കൊച്ചു മലയാള സിനിമ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം പിന്നാണ് പപ്പേൻ്റെ സ്ക്രിപ്റ്റ് ശാലിനീൻ്റെ കൂട്ടുകാരിൽ ഇമ്മീഡിയറ്റ് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊഫഷൻ എന്ന് പറയണത്, സിനിമ എന്ന് പറയണത് ഈ ആകാശവാണി വിട്ടിട്ട് ഒരു തലത്തിലേക്ക് മാറിയിട്ട് എനിക്ക് വലിയ മാറ്റങ്ങൾ ഒട്ടും വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. എന്നെ സിനിമ ബാധിക്കാത്തതിൻ്റെ കാരണം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഇതിലും വലിയ അല്ല, സിനിമയത്തെ ആൾക്കാരല്ല, വലിയ വലിയ പ്രതിഭകളെ കാണാനും അവരെ പരിചരിക്കാനും സാധിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഒരു മകൻ എന്നുള്ള നിലയ്ക്ക്. പിന്നെ കുഞ്ഞിരാമദാസ് സാർ വന്ന് എൻ്റെ കട്ടിലാണ് കിടക്കുന്നത്, ഞാൻ താഴെ കിടക്കും. ശങ്കർ കുറുപ്പമ്മാവൻ, ഭാസ്കരൻ മാഷ്. അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് എന്നെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഇപ്പം രേഖ തുടക്കത്തിൽ ചോദിച്ച പോലെ ഈ ഗ്യാപ്പ് വന്നപ്പോഴും സിനിമയില്ലായ്മ ഞാൻ അനുഭവിച്ചില്ല. എൻ്റെ മാറ്റം വീട്ടിൽ വന്നിട്ടുള്ള ഈ പറഞ്ഞ ഒരു കൊച്ചു കൊച്ചു ഈ ഭൗതികമായ മാറ്റങ്ങളല്ലാതെ എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിനും മാറ്റം വന്നിട്ടില്ല. അത് വലിയ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു മാറ്റവും വരാത്ത സമയത്ത് ഈ ഭാര്യ സ്വന്തം സുഹൃത്ത് എന്ന സിനിമ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഭാര്യ സ്വന്തം സുഹൃത്ത് എന്ന് പറയുന്നത് ഈ പ്രത്യേക ഒരു പടം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് സത്യമായൊരവസ്ഥയാണ്. മലയാള സിനിമയ്ക്ക് മലയാളിത്വം നഷ്ടപ്പെട്ടു, ലൈഫില്ലാതെ ഇല്ല. ഇപ്പം ഞാൻ ഐ ഡോണ്ട് ക്ലെയിം മൈസെൽഫ് ടു ബി എ ഗ്രേറ്റ് ടെക്നിക്കൽ ഡയറക്ടർ. ഞാനൊരു നരേറ്ററാണ്. ഒരു കഥ നരേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അത് നരേറ്റ് ചെയ്യാൻ സിനിമ ഒരു മാധ്യമമായി തീർന്നു. അത് വന്ന് ഭവിച്ചാണ്. ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ആക്ച്വലി, എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ നരേറ്റ് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് ഒരു സിനിമ സ്വന്തമായിട്ട് സങ്കല്പിച്ച് ചെയ്യാൻ പറ്റുന്നൊരവസരം നഷ്ടപ്പെട്ടു. കാരണം മറ്റേതോ ഘടകങ്ങൾ, ടെക്നോളജിയുടെ വളർച്ച എന്ന് പറയുന്നത് അത് അനുകരണീയമായ മലയാള സിനിമയിലേക്ക് വന്നു. ഞാനിന്നൊരു തോക്ക് ഇപ്പോഴൊക്കെയാണ് വല്ലപ്പോഴൊക്കെ പല വീടുകളൊക്കെ ഇത് ഷോ പീസായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ തോക്കൊന്നും കണ്ടിട്ടില്ല. കൂലിത്തല്ലും നാടനടിയൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ സിനിമയിൽ കൊണ്ടുവരാന്നുള്ളതല്ലാതെ ഈ അറിയാത്തൊരു കാര്യത്തെപ്പറ്റി സായിപ്പ് എവിടെ കേൾക്കുമ്പോൾ ഓക്കെ അവിടെ നടക്കുന്നതായിരിക്കാം എന്ന് നമുക്ക് പറയാം. നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ നേരിട്ടുള്ള കഥകൾ നരേറ്റ് ചെയ്യുന്ന അവസ്ഥ മലയാള സിനിമയിൽ നിന്ന് പോയി. അപ്പോൾ അനുഭവങ്ങളുടെ നഷ്ടം എന്ന് പറയുന്ന മലയാള സിനിമയിൽ വന്നപ്പോൾ നല്ല ചിത്രങ്ങളില്ലാതായി, നല്ല അവസരങ്ങളില്ലാതായി.
ഇപ്പോൾ ഈ ഇങ്ങനൊരു പടം ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസർ, ചെറുപ്പക്കാരനായ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് വരുന്നു. മോഹൻലാലും മമ്മൂട്ടി എനിക്ക് ഡേറ്റ് തരും. ഞാൻ വലിയ സംവിധായകനായതുകൊണ്ടല്ല, ഞാൻ അവരോട് അഭിനയിച്ചാണ്. എന്നെ ഇഷ്ടമുണ്ട്, സഹോദരനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ വേണു ചോദിച്ചതല്ലേ, അല്ലെങ്കിൽ വേണിച്ചേട്ടൻ ചോദിച്ചതല്ലേ, തരും. എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് വെച്ചാൽ അത്രയും വലിയൊരു പടം സാമ്പത്തികമായി പണം മുടക്കി എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസറിന് 1 രൂപ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ഞാൻ ആ റിസ്ക് എടുക്കുന്നത് എന്തിനാണ്? മറ്റൊന്നുമല്ല, എനിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയായാലും കൊച്ചു പടം, ഒരു ഫെമിനിസ്റ്റ് ഒന്നും സംസ്കാരമൊന്നുമല്ല എനിക്ക്. വീട്ടമ്മയായിട്ടും ഭാര്യയായിട്ടും ഒരു ജോലി ചെയ്യുന്ന പെൺകുട്ടിയായിട്ടും ഇടുക്കിയായിട്ടൊക്കെ തന്നെ ഇരിക്കണം. പക്ഷേ അവരൊരിക്കലും ഒരു പുരുഷനാകാൻ ശ്രമിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നെ സംബന്ധിച്ച രേഖ, ഇപ്പോൾ എനിക്ക് ഒരു നല്ല ഫ്രണ്ടെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ് എനിക്കിഷ്ടം. അതെ, ഫ്രണ്ട്ഷിപ്പിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്തായാലും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു മെയിൽ ഫ്രണ്ടിനെക്കാട്ടിൽ ഒരു ഫീമെയിൽ ഫ്രണ്ടാണ്. ഫ്രണ്ട് തന്നെയാണ് കേട്ടോ, അത് കാമുകിയൊന്നുമില്ല, അതിനകത്ത് സെക്സ് ഒന്നുമില്ല. സ്നേഹം ഞാൻ പങ്കിടാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ആശ്വാസം കിട്ടുന്നത് ഒരു സ്ത്രീയിലതാണ്. അപ്പോൾ സ്ത്രീത്വത്തെ ഞാൻ അത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് എന്ന് കരുതി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് എനിക്ക് അത്ര യോജിക്കാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ എപ്പോഴും പറയാം, എനിക്ക് ഈ അടുക്കളയുടെ മണമുള്ള എൻ്റെ അമ്മയെ എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും പറയാറുണ്ട്. പെർഫ്യൂം ആ ഒരു കോൺടാക്സിൽ ചിലപ്പോൾ അവർക്ക് മുദ്രാവാക്യം വിളിക്കേണ്ടി വന്നു വരും. വിളിച്ചിട്ട് അടുക്കളയിൽ നിന്ന് വിളിച്ചോട്ടെ. അത് ശരിയാവില്ല സാർ. അല്ല, റോഡിൽ പോയിട്ട് ഒരു പുരുഷൻ കാണിക്കുന്ന കോഷ്ടിയല്ല സ്ത്രീകൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ എന്താണെന്ന് വെച്ചാൽ സംഭവിക്കുന്നത്, ഭർത്താവ് എന്ന് പറയുന്ന ഈ ദുഷ്ടൻ അവൻ ഭാര്യയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അത് തന്നെ ഈ പടത്തിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഭാര്യ സ്വന്തം സുഹൃത്തെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കട്ടിലിൽ, നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ രോഗശയ്യയിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ഭാര്യ എന്തുകൊണ്ടൊരു സുഹൃത്തായിട്ട് നമ്മൾ കാണുന്നില്ല? ഒരു അധികാരത്തിൻ്റെ, അവകാശത്തിൻ്റെ ഒരു ടോൺ എന്തിനു കൊടുക്കണത്? ഒരു ഫ്രണ്ടും കാണില്ലല്ലോ. നമുക്ക് ഇവനെ കൊണ്ട് പറയാനല്ലോ, ഇവന് എഴുന്നേക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ടും കാണത്തില്ല. അന്ന് ഭാര്യ മാത്രമേ, ഭാര്യ അമ്മ കാണും അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കാത്ത ഒരു പൗരുഷം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഭാര്യമാരെ ഒളിക്കുന്നതുകൊണ്ടാണ് പല വീട്ടിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നത്.